മണ്ണാർ അബുദാബി 2025 എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ യാസ് ഇറ്റ് ഈസ് ദർ. എത്രത്തോളം വേർത്താണുള്ളത് അത് പേഴ്സണൽ എക്സ്പീരിയൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ടൈം യു വിസിറ്റ് അത് മസ്റ്റായിട്ടും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈവനിങ് ഒരു 5:30 to 7:30 അകത്ത് വിസിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യാം. നമ്മൾ പോയ സമയത്ത് നല്ല ട്രാഫിക് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈവനിങ് 5:30 വ്യൂ മിസ്സായി. പിന്നെ രാത്രി ആയതിനു ശേഷമുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഇപ്പോൾ ഈ കാണുന്ന പോലെ എവിടെ നോക്കിയാലും കുറച്ച് ലൈറ്റ്. ഏത് ടൈം വന്നാലും ഈ എൻട്രൻസ് വിഷ്വൽ അത് നിങ്ങൾക്ക് വേറൊരു ഫീലായിരിക്കും. വിഷ്വൽ മാത്രമല്ല ഒരു എക്സ്പീരിയൻസും കൂടിയുണ്ട്. ഫിസിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മിസ്റ്റ് അതിൽ സ്പ്രേ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. വാം വെൽക്കം ടൈപ്പ്. ഇറ്റ് വാസ് അടിപൊളി. ബാക്കിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞില്ല, ഈവനിങ് ലൈറ്റൊക്കെ പോയതിന് ശേഷം ഡെസേർട്ട് കംപ്ലീറ്റ് ലൈറ്റ് കത്തിച്ച് വെച്ചൊരു വൈബ് മാത്രമായിരിക്കും ബാക്കിയുള്ള എല്ലാ സീൻസും. പക്ഷേ ഈ വാം ലൈറ്റ്സും പിന്നെ നെക്സ്റ്റ് നമുക്ക് വരാൻ പോകുന്ന ഒരു ലൈറ്റ് ഗാർഡനിങ്, ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ അകത്ത് നടന്നു പോകുന്നൊരു എക്സ്പീരിയൻസ്. ദൂരത്ത് കാണാനൊന്നുമില്ലെങ്കിലും നമ്മളതിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോയി അതിൻ്റെ അകത്ത് എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സെറ്റപ്പും കൂടിയുണ്ട്. പക്ഷെ എൻട്രൻസ് ഒരു വഴിയിലൂടെ ആണെങ്കിൽ എക്സിറ്റ് വേറെ വഴിയിലൂടെയാണ്. അതിനകത്ത് നിൽക്കാനുള്ള ടൈം എന്ന് പറയുന്നത് വളരെ ചുരുക്കം, ലൈക്ക് ഫ്യൂ മിനിറ്റ്സ്, 5 or 10 minutes മാത്രമേ ഒരു ടീമിന് അവരൊരു ടീമായിട്ട് അകത്തേക്ക് അവർ എൻട്രൻസ് വിടും. ആ ടീമിൻ്റെ ടൈം കഴിഞ്ഞാൽ തന്നെ അവരെല്ലാവരെയും എക്സിറ്റ് ആക്കി. കാരണം റഷ് ഉണ്ടെങ്കിൽ, ഹെവി റഷ് ഉണ്ടെങ്കിൽ, ഞാൻ പോയ സമയത്ത് നല്ല റഷായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പാർക്കിങ്ങിന് വേണ്ടി വണ്ടി കറങ്ങിയാണ് ഈ ടൈമിന് നമ്മൾ അകത്തേക്ക് കയറിയത്. വീക്ക് ഡേയ്സ് പോകുകയാണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി ഈ ഒരു സൺസെറ്റിൻ്റെ ടൈമൊക്കെ ഈ ഒരു വിഷ്വൽ, ഇപ്പോൾ ഞാൻ ഈ കാണുന്ന പോകുന്ന ഈ വിഷ്വൽ, ഇതിൻ്റെ അകത്ത് നടക്കുമ്പോൾ വിഷ്വലാണിത്. അത് നല്ല പാങ്ങിൽ എക്സ്പീരിയൻസ് ചെയ്യാം, അടിപൊളിയായിട്ട്. പിന്നെ ലൊക്കേഷൻ വരുന്നത് ജുബൈൽ ഐലൻഡിലാണ്. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറയേണ്ടത് എനിക്ക് മിസ്സായിപ്പോയി. നമ്മൾ കഴിഞ്ഞ വർഷമുള്ള നമ്മുടെ ഐലൻഡിലല്ല, ഇത് ജുബൈൽ ഐലൻഡാണ്. ഗൂഗിൾ മാപ്പിൽ അൽമനാർ ജുബൈൽ ഐലൻഡ് എന്ന് അടിച്ചാൽ കൂളായിട്ട് കിട്ടും. പിന്നെ വരുന്ന അൽമനാറിൻ്റെ ഫേമസ് ആയിട്ടുള്ള നമ്മളെ ആ മൂണിൻ്റെ സ്കൾച്ചറാണ് ലൈറ്റ് ഉള്ളത്. അത് വരുന്നത് നമ്മുടെ മീന പോർട്ട്. അപ്പോൾ അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട്. എനിക്കിതിൽ വീഡിയോ ചെയ്യാൻ പറ്റാത്തൊരു 2 ലൊക്കേഷൻ, ഒന്ന് ഇതേ അൽജുബൈൽ ഐലൻഡ് തന്നെ അവിടുന്ന് ബഗ്ഗി കൊടുത്തിട്ട് ഒരു 1/2 hour ട്രാവൽ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. എനിക്കത് മിസ്സായിപ്പോയി. കാരണം 11 o'clock ശേഷം അവിടെ ബഗ്ഗി അവൈലബിൾ ഉണ്ടാവില്ല. ലാസ്റ്റ് ട്രിപ്പ് 11 o'clock ആണ്. അത് പോയി വരാൻ തന്നെ 1.5 hour എന്തായാലും എടുക്കും. പിന്നെ അത് നമ്മുടെ പാമിൽ ഫിംഗേഴ്സ് ഡിറ്റക്ട് ചെയ്തിട്ട് ആസ്ട്രോളജിക്കൽ സയൻസ്, അതിൻ്റെ ആസ്ട്രോളജിക്കൽ സ്റ്റാർസ് മേലിൽ അപ്പിയർ ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഐ കുഡ് ഇൻറ്റ് റെക്കോർഡ് ഇറ്റ് ബിക്കോസ് അത്ര ഇരുട്ടായിരുന്നു അകത്ത്. ഓൺലി സ്റ്റാർസുകാർ അത് വീഡിയോ എടുക്കണമെങ്കിൽ ഫ്ലാഷിൽ വീഡിയോ എടുക്കണം. പക്ഷേ ഫ്ലാഷിൽ വീഡിയോ എടുത്തതിന് അപ്പുറത്ത് തെറി കിട്ടും, അത്ര ആൾക്കാരുണ്ടായിരുന്നു. എല്ലാം ക്യൂ ആയിരുന്നു. കാരണം ലേഡീസൊക്കെ എല്ലാവരും കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലാഷിൽ സൈൻ എടുത്ത് കഴിഞ്ഞാൽ എന്തായാലും ഡിസ്റ്റർബൻസോ, ഫാമിലീസ് ഉണ്ട്, കിഡ്സ് ഉണ്ട്. ഹിയർ കംസ് അൽമനാർ അറ്റ് മീന പോർട്ട്. ഇവിടെ നമ്മൾ എക്സാക്ട്ലി ഈ പറഞ്ഞ പോലെ 5:30, 6 o'clock എത്താൻ വേണ്ടി ട്രൈ ചെയ്തു. ബട്ട് വി ഗോട്ട് അടിപൊളി മൊമെൻറ്റ്സ്. ഇത് നല്ലൊരു വ്യൂ ആണ്. കാണുമ്പോൾ ജസ്റ്റ് ഈ ഒരു സാധനം കാണാനാണോ ഇവിടെ വരുന്നത് എന്നുള്ളൊരു ഫീൽ ഉണ്ടോ എങ്കിലും ഇറ്റ് വാസ് അടിപൊളി. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൈറ്റ് ഫ്ലൈയിങ് ഉണ്ട്. മസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരു സംഭവമാണ്. എന്തായാലും അവിടെ തൊട്ട് മുന്നിലൊരു ഗ്രോസറിയിൽ അവർ കൈറ്റ്സ് സെല് ചെയ്യുന്നുണ്ടാവും. നല്ല കാറ്റുണ്ട്, യു ക്യാൻ എൻജോയ്.